വെൽക്കം ടു ഓൾ ടു ANT ലോ വേൾഡ്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കുന്ന ഡ്രൈവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നാം മനസ്സിലാക്കി. ഇപ്രകാരം അപകടമുണ്ടാക്കുന്ന ഡ്രൈവർ MA സിറ്റിയിൽ ഫയൽ ചെയ്യപ്പെടുന്ന നഷ്ടപരിഹാര കേസിൽ പ്രതിയാക്കപ്പെടുന്നതാണ്. ഇങ്ങനെ അപകടമുണ്ടാക്കുന്ന ഡ്രൈവറും വാഹന ഉടമയും പ്രസ്തുത വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനിയും MA സിറ്റിയിൽ ഫയൽ ചെയ്യുന്ന നഷ്ടപരിഹാര കേസിൽ പ്രതികളാക്കപ്പെടും. MA സിറ്റി കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ പ്രതികളായ ഡ്രൈവർ, വാഹന ഉടമ, ഇൻഷുറൻസ് കമ്പനി എന്നിവർക്ക് കോർട്ടിൽ നിന്നും നോട്ടീസ് അയക്കുന്നതാണ്. ഇങ്ങനെയുള്ള നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഡ്രൈവറും വാഹന ഉടമയും നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം കോടതിയിൽ ഹാജരാവുകയോ കണ്ടസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയാണ് പതിവ്. ഇപ്രകാരം സംഭവിച്ചാൽ കോടതി അവരെ എക്സ് പാർട്ടിയായി പ്രഖ്യാപിക്കുകയും അവരുടെ അസാന്നിധ്യത്തിൽ കേസ് തുടരുകയും ചെയ്യും. എന്നാൽ ഇൻഷുറൻസ് കമ്പനി കോർട്ടിൽ ഹാജരാവുകയും പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് MB ആക്ടിൻ്റെ വയലേഷൻ ഉള്ളതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യതയില്ലെന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യും. നോട്ടീസ് കൈപ്പറ്റി കോടതിയിൽ ഹാജരാകാതിരിക്കുന്നതിനെ തുടർന്ന് ഓണറും ഡ്രൈവറും എക്സ് പാർട്ടി ആവുകയും തുടർന്നുള്ള കേസിൽ തെളിവ് കൊടുക്കാനോ വാദമുഖങ്ങൾ അവതരിപ്പിക്കാനോ അവർക്ക് സാധിക്കാതെ വരികയും ചെയ്യും. അതേ തുടർന്ന് നിലവിലുള്ള ചാർജ് ഷീറ്റിൽ പ്രതി മദ്യപിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ള തെളിവുകളും ഇൻഷുറൻസ് കമ്പനി ഹാജരാക്കുന്ന തെളിവുകളും പരിഗണിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായും മറ്റ് പ്രതികൾക്കെതിരായും ഒരു പേ ആൻഡ് റിക്കവറി അവാർഡ് പാസ്സാക്കുകയും ചെയ്യും. അപ്രകാരം ഇൻഷുറൻസ് കമ്പനി കോർട്ട് പാസ്സാക്കിയ തുക പരാതിക്കാരന് നൽകുകയും അതിനുശേഷം വാഹന ഉടമയിൽ നിന്ന് റിക്കവർ ചെയ്യാനായി കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഫയൽ ചെയ്യുന്ന ആ പെറ്റീഷൻ കോടതി അനുവദിക്കുകയും റവന്യൂ റിക്കവറി ഉത്തരവ് പാസ്സാക്കുകയും ചെയ്യും. ഇങ്ങനെ കോടതി പാസ്സാക്കുന്ന റവന്യൂ റിക്കവറി ഉത്തരവ് നടപ്പാക്കാനായി നോട്ടീസ് ബന്ധപ്പെട്ട റവന്യൂ ഓഫീസിൽ നിന്നും അയക്കുകയും അവർ വാഹന ഉടമയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനും ലേലം ചെയ്യാനുമുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. ഇത്തരം കേസുകളിൽ കോടതികളിൽ നിന്ന് നോട്ടീസ് ലഭിക്കുമ്പോൾ തന്നെ ബന്ധപ്പെട്ട ഡ്രൈവറും വാഹന ഉടമയും കോടതിയിൽ ഹാജരാവുകയും കോടതിയിൽ തെളിവ് കൊടുക്കുകയും വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്താൽ ഇത്തരം സങ്കീർണ സാഹചര്യങ്ങൾ പാടെ ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ ഒരു വാഹന ഉടമയ്ക്ക് കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥ ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കുന്ന വ്യക്തികളും അവരുടെ വാഹന ഉടമകളും കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയാൽ കോടതിയിൽ ഹാജരാവുകയും ആ കേസ് നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. MB ആക്ടിൻ്റെ വയലേഷൻ മൂലം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതെ വരുന്ന മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.